ലോകം ആദരിക്കുന്ന സാങ്കേതിക വിദഗ്ധൻ, ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ മാറ്റിയ മെട്രോമാൻ ഇ ശ്രീധരൻ. വയസ്സ് 90കളിലെത്തി നിൽക്കുമ്പോഴും കർമ്മനിരതരായി അദ്ദേഹം ഇന്നും ഓടുന്നത് കേരളത്തിന് വേണ്ടിയാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച 3 വിപ്ലവകരമായിട്ടുള്ള പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, സ്വന്തം നാടിന്റെ പുരോഗതിയേക്കാൾ രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകുന്ന കേരള സർക്കാർ ഈ പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുകയാണ്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു വികസന നായകനെ പരാജയപ്പെടുത്തിയതിലൂടെ കേരളത്തിന് എന്ത് നഷ്ടമായി എന്നതിന്റെ വ്യാപ്തിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ഇ ശ്രീധരൻ നടത്തിയ കൂടിക്കാഴ്ച കേരളത്തിന് വലിയ പ്രതീക്ഷകളാണ് നൽകിയത്. പ്രധാനമായും 3 പദ്ധതികളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഒന്ന്, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാത. ഇത് വെറുമൊരു റെയിൽവേ ലൈനല്ല, വയനാടിന്റെയും മലബാറിന്റെയും ഗതാഗത സ്വപ്നമാണ്. 2014 അംഗീകാരം ലഭിച്ച ഈ പദ്ധതിക്കായി DMRCക്ക് കൈമാറിയ തുക പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ട്രഷറിയിലേക്ക് തിരിച്ചെടുത്തു. കേന്ദ്രം 51% ചെലവ് വഹിക്കാൻ തയ്യാറാണ്. കർണാടക 16% നൽകാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. എന്നാൽ ബാക്കി 33% മുടക്കാൻ കേരളത്തിന് താല്പര്യമില്ല. പകരം പ്രായോഗികമല്ലാത്ത തലശ്ശേരി മൈസൂർ പാതയ്ക്ക് വേണ്ടി വാശി പിടിച്ച് വികസനം മുടക്കുകയാണ് കേരള സർക്കാർ. രണ്ടാമത്തെ പദ്ധതി സിൽവർ ലൈനിന് ബദലായ ഹൈസ്പീഡ് റെയിൽ. പിണറായി സർക്കാരിന്റെ കെ റെയിൽ പ്രായോഗികമല്ലെന്ന് ശ്രീധരൻ കൃത്യമായി പറയുന്നു. അതിന് ബദലായി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ നീളുന്ന റെയിൽവേ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയുള്ള ഹൈസ്പീഡ് പാത അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതിന്റെ DPR തയ്യാറാക്കാൻ DMRCയെ ചുമതലപ്പെടുത്താൻ കേന്ദ്രം സന്നദ്ധമാണ്. മൂന്നാമത്തെ പദ്ധതി ചെങ്ങന്നൂർ പമ്പ സ്കൈ റെയിൽ. ശബരിമല തീർത്ഥാടകർക്കായി വെറും 45 മിനിറ്റിൽ പമ്പയിലെത്താവുന്ന പദ്ധതി. പരിസ്ഥിതിക്ക് ആഘാതമില്ലാതെ 9,000 കോടിയിൽ തീർക്കാവുന്ന ഈ പദ്ധതിയോടും കേരള സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കേണ്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചപ്പോൾ, ഇ ശ്രീധരൻ മത്സരിച്ചപ്പോൾ വികസനത്തെക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ആക്രമിച്ചത്. ഭാരതം മുഴുവൻ ആദരിക്കുന്ന ഒരു പ്രതിഭയെ BJP എന്ന ലേബലിൽ ഒതുക്കി തോൽപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ തോറ്റുപോയത് പാലക്കാട്ടുകാരും കേരളവും തന്നെയാണ്. അദ്ദേഹം ജനപ്രതിനിധി ആയിരുന്നെങ്കിൽ ഈ പദ്ധതികൾ ഇന്ന് യാഥാർത്ഥ്യമാകുമായിരുന്നു. രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി മാത്രം മെട്രോമാൻ ഇ ശ്രീധരൻ കൊണ്ടുവരുന്ന വികസനങ്ങളെ ഇടത് കോട്ടകൾ തകർക്കുകയാണ്. സർക്കാരിന്റെ ഈ കടുംപിടുത്തം മൂലം സംഭവിക്കുന്നത് വൻ സാമ്പത്തിക നഷ്ടമാണ്. 2015 6,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ചിരുന്ന നിലമ്പൂർ നഞ്ചൻകോട് പദ്ധതിയുടെ ചെലവ് ഇന്ന് 48,000 കോടിയായി ഉയർന്നു. വികസനം വൈകുന്നത് ഓരോ മലയാളിയുടെയും നികുതി പണം പാഴാക്കുന്നതിന് തുല്യമാണ്. അതേസമയം മെട്രോമാന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്ക് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ അനുവദിക്കുന്ന കാര്യം കേന്ദ്രം സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. മോദി സർക്കാർ വികസനത്തിന് ഒപ്പമുണ്ടെന്ന് തെളിയിക്കുമ്പോഴും കേരളം ഭരിക്കുന്നവർ വികസന വിരോധികളായി മാറുന്നത് അങ്ങേയറ്റം ലജ്ജാകരം തന്നെയാണ്. ഈ ശ്രീധരൻ എന്ന വ്യക്തിക്ക് ഇനി പദവികളോ അംഗീകാരങ്ങളോ യാതൊന്നും തന്നെ ആവശ്യമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ തലച്ചോറും അതിന്റെ വിജ്ഞാനവും ഈ നാടിന് ആവശ്യമാണ്. രാഷ്ട്രീയത്തിന് മുകളിൽ വികസനത്തെ കാണാൻ എന്ന് കേരളം പഠിക്കുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടൂ. ശ്രീധരൻ മുന്നോട്ട് വെച്ച ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ തയ്യാറാകണം. രാഷ്ട്രീയ പകപോക്കലിന് ബലി കൊടുക്കേണ്ടതല്ല കേരളത്തിന്റെ ഭാവി. ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് വികസന കാര്യത്തിൽ കേന്ദ്ര സർക്കാരും ഈ ശ്രീധരനും ഒരേ മനസ്സോടെ നീങ്ങുമ്പോൾ രാഷ്ട്രീയ ലാഭത്തിനായി മാത്രം കേരള സർക്കാർ അത് തടയുന്നു എന്നാണ്. മെട്രോമാനെ പാലക്കാട് തോൽപ്പിച്ചത് കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ വലിയൊരു നഷ്ടമായി തന്നെ കാലം രേഖപ്പെടുത്തും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.